നമുക്ക് ചുറ്റുമുള്ള ഈ ലോകത്തെ ഒന്ന് നോക്കൂ. എണ്ണമറ്റ മനുഷ്യർ, 100-ലധികം രാജ്യങ്ങൾ, ആയിരക്കണക്കിന് ഭാഷകൾ, വ്യത്യസ്ത സംസ്കാരങ്ങൾ, ഏകദേശം 51 കോടി ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ഈ ലോകം നമുക്കെത്ര വലുതാണല്ലേ. എവറസ്റ്റ് കൊടുമുടി മുതൽ ആഴക്കടലിലെ നിഗൂഢതകൾ വരെ നീളുന്ന ഈ ഭൂമി നമുക്കെല്ലാമാണ്. പക്ഷേ ഈ ഭൂമിയിൽ നിന്ന് വെറുമൊരു 100 കിലോമീറ്റർ നേരെ മുകളിലേക്ക് പോയാൽ നിങ്ങൾ എവിടെ എത്തുമെന്നറിയാമോ? അവിടെ ഭൂമിയില്ല, വായുവില്ല, ശബ്ദമില്ല, അനന്തമായ ഇരുട്ട് മാത്രം. നിങ്ങളിപ്പോൾ കണ്ട ആ വലിയ ലോകം, ആ രാജ്യങ്ങൾ, ആ കോടിക്കണക്കിന് മനുഷ്യർ എല്ലാം ഒരു ചെറിയ നീലപ്പൊട്ട് പോലെ അങ്ങകലെ ഒഴുകി നടക്കുന്നത് കാണാൻ സാധിക്കും. ഈ പ്രപഞ്ചത്തിൻ്റെ വിശാലതയുമായി താരതമ്യം ചെയ്താൽ നമ്മൾ മനുഷ്യർ വെറും ഒരു പൊട്ടുപോലുമല്ല എന്ന സത്യം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഈ അനന്തമായ പ്രപഞ്ചത്തിൽ നമ്മൾ ശരിക്കും ഒറ്റയ്ക്കാണോ? ശാസ്ത്രം ഇന്നും ഉത്തരം തേടിക്കൊണ്ടിരിക്കുന്ന, മനുഷ്യബുദ്ധിക്ക് ചിന്തിക്കാവുന്നതിലും അപ്പുറമുള്ള ചില സത്യങ്ങൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. സങ്കല്പങ്ങൾക്കും അപ്പുറത്തുള്ള പ്രപഞ്ചത്തിൻ്റെ നിഗൂഢതകളിലേക്ക് നമുക്കൊരു യാത്ര പോവാം. നമ്മുടെ ഈ യാത്രയിൽ ആദ്യം കാണുന്ന ആകാശഗോളം ഭൂമിയുടെ സ്വന്തം ഉപഗ്രഹമായ ചന്ദ്രനാണ്. ഭൂമിയിൽ നിന്ന് വെറും 3,84,400 കിലോമീറ്റർ ദൂരത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. വെറും 3 ദിവസം കൊണ്ട് ഒരു റോക്കറ്റിൽ നമുക്കവിടെ എത്താം. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ്. ചന്ദ്രനെയും പിന്നിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും അടുത്തുള്ള ഗ്രഹങ്ങളെ കാണാം. ഭൂമിയുടെ ഏറ്റവും അടുത്ത ഗ്രഹം ശുക്രനാണ്. ഏകദേശം 4.1 കോടി കിലോമീറ്റർ അകലെയാണ് ശുക്രൻ്റെ സ്ഥാനം. അതിഭീകരമായ ചൂടുള്ള ഗന്ധകം പെയ്യുന്ന ഒരു നരകം പോലെയാണ് ആ ലോകം. അവിടെ നിന്ന് അല്പം കൂടി മുന്നോട്ട് പോയാൽ മനുഷ്യൻ കോളനി സ്ഥാപിക്കാൻ സ്വപ്നം കാണുന്ന ചൊവ്വയെ കാണാം. ഭൂമിയിൽ നിന്ന് ഏകദേശം 22.5 കോടി കിലോമീറ്റർ അകലെയാണ് ചൊവ്വ. ഇന്നത്തെ സാങ്കേതിക വിദ്യയിൽ അവിടെ എത്താൻ നമുക്ക് ഏകദേശം 7 മുതൽ 9 മാസങ്ങൾ വരെ യാത്ര ചെയ്യേണ്ടി വരും. ഇനി നമ്മുടെ സൗരയൂഥത്തിൻ്റെ നട്ടെല്ലായ സൂര്യനെ നോക്കാം. ഭൂമിയിൽ നിന്ന് 14.9 കോടി കിലോമീറ്റർ ദൂരെയാണ് സൂര്യൻ സ്ഥിതി ചെയ്യുന്നത്. ഈ ദൂരം എത്ര വലുതാണെന്നോ? പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിച്ചാൽ പോലും സൂര്യനിൽ നിന്നുള്ള ഒരു കിരണം ഭൂമിയിലെത്താൻ 8 മിനിറ്റ് 20 സെക്കൻഡ് എടുക്കും. അതായത് സൂര്യൻ ഇപ്പോൾ പെട്ടെന്ന് അണഞ്ഞു പോയാൽ പോലും 8 മിനിറ്റും 20 സെക്കൻഡും കഴിഞ്ഞാൽ മാത്രമേ ഭൂമി ഇരുട്ടാകൂ. നമ്മുടെ യാത്ര വീണ്ടും തുടരുമ്പോൾ നമ്മൾ എത്തുന്നത് ഗ്രഹങ്ങളുടെ രാജാവായ വ്യാഴത്തിൻ്റെ അടുത്താണ്. ഭൂമിയിൽ നിന്ന് ഏകദേശം 62 കോടി കിലോമീറ്റർ അകലെയാണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത്. വ്യാഴം എത്ര വലുതാണെന്നറിയാമോ? നമ്മുടെ ഭൂമിയെപ്പോലെ 1300 ഭൂമികൾ വ്യാഴത്തിനുള്ളിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. അവിടെ നിന്ന് പിന്നെയുമുണ്ട് ദൂരം. മനോഹരമായ വളയങ്ങളുള്ള ശനി ഭൂമിയിൽ നിന്ന് 120 കോടി കിലോമീറ്റർ അകലെയാണ്. സൂര്യനിൽ നിന്ന് ഏറ്റവും അകലെയുള്ള ഗ്രഹമായ നെപ്റ്റ്യൂണിലേക്ക് എത്തുമ്പോൾ ദൂരം ഏകദേശം 450 കോടി കിലോമീറ്ററായി മാറുന്നു. ഇവിടെ സൂര്യപ്രകാശം എത്താൻ തന്നെ 4 മണിക്കൂറിൽ കൂടുതൽ സമയമെടുക്കും. ഇത്രയും വലിയ ദൂരങ്ങളെല്ലാം പിന്നിട്ടാലും നമ്മൾ സൗരയൂഥം എന്ന നമ്മുടെ ചെറിയ വീടിന് പുറത്തു പോലും എത്തില്ല എന്നതാണ് സത്യം. നമ്മുടെ സൗരയൂഥത്തിന് തൊട്ടടുത്തുള്ള നക്ഷത്രമായ പ്രോക്സിമ സെഞ്ചുറിയിലേക്ക് എത്തണമെങ്കിൽ ഇന്നത്തെ ഏറ്റവും വേഗതയേറിയ റോക്കറ്റിൽ പോയാൽ പോലും 70,000 വർഷങ്ങളെടുക്കും. സൗരയൂഥത്തിൽ നിന്ന് പുറത്തു കടന്നു നോക്കിയാൽ നമ്മൾ കാണുന്നത് മിൽക്കി വേ എന്ന ക്ഷീരപഥമാണ്. നമ്മുടെ സൂര്യനെ പോലെ 20,000 കോടി മുതൽ 40,000 കോടി വരെ നക്ഷത്രങ്ങൾ ഈ ഒരു ഗാലക്സിയിൽ മാത്രമുണ്ട്. ഈ ഗാലക്സിയുടെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തെത്താൻ പ്രകാശത്തിൻ്റെ വേഗതയിൽ സഞ്ചരിച്ചാൽ പോലും 1,00,000 വർഷങ്ങൾ വേണ്ടിവരും. പക്ഷേ കഥ ഇവിടെയും തീരുന്നില്ല. പ്രപഞ്ചത്തിൽ നമ്മൾ കാണുന്നതെല്ലാം വെറും 5% മാത്രമാണ്. ബാക്കി 95% നമുക്ക് കാണാൻ കഴിയാത്ത ഡാർക്ക് മാറ്ററും
ഡാർക്ക് എനർജിയുമാണ്. നമ്മുടെ മിൽക്കി വേ പോലെ 2 ലക്ഷം കോടി ഗാലക്സികൾ ഈ പ്രപഞ്ചത്തിലുണ്ടെന്നാണ് പുതിയ കണക്കുകൾ പറയുന്നത്. ഈ പ്രപഞ്ചം ഓരോ നിമിഷവും വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊരു അറ്റം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഭയാനകമായ ബ്ലാക്ക് ഹോളുകൾ, പ്രകാശത്തെയും പോലും വിഴുങ്ങുന്ന നിഗൂഢതകൾ, ഇവയ്ക്കിടയിൽ ജീവൻ്റെ സാന്നിധ്യമുള്ള ഏക ഇടമായി നമുക്കറിയാവുന്നത് നമ്മുടെ ഈ ഭൂമി മാത്രമാണ്. നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലുമുള്ള മൂലകങ്ങൾ പണ്ട് നക്ഷത്രങ്ങളിൽ ഉണ്ടായതാണ്. അതുകൊണ്ട് നമ്മൾ പ്രപഞ്ചത്തെ നോക്കുകയല്ല, മറിച്ച് നമ്മളിലൂടെ പ്രപഞ്ചം തന്നെ തന്നെ നോക്കിക്കാണുകയാണ് ചെയ്യുന്നത്. ഈ വിശാലതയിൽ ഭൂമി എന്നത് ഒരു മണൽത്തരിയേക്കാൾ ചെറുതാണ്. പക്ഷേ സ്നേഹിക്കാനും ചിന്തിക്കാനും കഴിയുന്ന മനുഷ്യർ ഇവിടെയുണ്ട് എന്നത് ഈ ഗ്രഹത്തെ അതീവ വിലപ്പെട്ടതാക്കുന്നു. പ്രപഞ്ചത്തിൻ്റെ ഈ നിഗൂഢതകൾ നിങ്ങളെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള അറിവുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ചിന്തകൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.